കോൺഗ്രസിന്റെ ഒരു നല്ലൊരു നേതാവ് തന്നെയാണ്. അയാളൊരു പാലക്കാട് MLA കൂടിയാണ്. ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അയാളൊരു MLA സ്ഥാനത്തിൽ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. ഏകദേശം 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ വേടൻ്റെ വിഷയത്തിൽ എന്താണ്, വേട ഒരു റാപ്പറാണ്, ഒരു കലാകാരനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എതിർക്കുന്ന ആശയങ്ങൾ രണ്ടും ഏകദേശമൊക്കെ ഒരേ രൂപത്തിലുള്ളത് തന്നെയാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുന്ന ജാതി വർണ്ണം അങ്ങനത്തെ കാര്യങ്ങളല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന കൊള്ളരി നിയമങ്ങളൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഷാഫി പറമ്പിൽ ചെയ്തുകൊണ്ടിരുന്നത്. വേടൻ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെയാണ് വേടൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവർക്ക് അടിച്ചമർത്താൻ, അതായത് ഇവർക്കെതിരെ പറയുന്ന ആളുകളെ, സർക്കാരിനെതിരെ പറയുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് സ്ത്രീകളെന്ന് പറയുന്നത്. നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നല്ലൊരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയെ അയാളെ അടിച്ചമർത്തിയത് എങ്ങനെയാണ്? ഒരു സ്ത്രീയെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത്, അല്ലേ? ആ സ്ത്രീയുടെ പേര് സരിത എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ മരിക്കുന്നത് വരെയും അയാളുടെ മേല് ഈ പറയുന്ന അയാൾ തെറ്റി